ഗൈസ്, അപ്പോൾ ഇന്നൊരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ വെച്ചാൽ നമ്മളെ വണ്ടിക്കൊക്കെ ഇപ്പോൾ ഫൈൻ ഇട്ടലുണ്ട്, ചില അടക്കാൻ ഉണ്ടാകലുണ്ട്. അപ്പോൾ അത് അടക്കാൻ പറ്റാതെ പിന്നെ ലേറ്റ് ആയിട്ട് പിന്നെ നമുക്ക് ഓൺലൈൻ കൂടി അടക്കാൻ പറ്റില്ല, ആ ഓപ്ഷൻ പോകും. പിന്നെ കോടതിക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷനിൽ അങ്ങനെ പെട്ടുമല്ലേ. ഇപ്പോൾ നമുക്കൊരു ഒരു വണ്ടിക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പല സ്ഥലത്തേക്കാണ്ട് ഓരോ അടക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെ ഓൺലൈൻ അടക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി. അപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇന്നിപ്പോൾ പെരിന്തൽമണ്ണ ഉള്ളത്, ഇന്നിപ്പോൾ 9-ാം തീയതിയാണ്. നാളെ മലപ്പുറത്തുണ്ട്. മലപ്പുറത്ത് ഏതൊരു ഓഫീസിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും അടക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി അടച്ചോളി. നാളെ കൂടി ഉള്ളത് മലപ്പുറത്ത്. ഇനി വരാൻ ചാൻസ് ഉണ്ട്, പല സ്ഥലത്തും ഇനി വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് അവിടെ പോയിട്ട് നമ്മളെ വണ്ടി നമ്പർ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ RTOൻ്റെ ഫൈൻ ആണെങ്കിൽ RTOൻ്റെ ഫൈൻ ഉണ്ടാവും, അല്ലെങ്കിൽ പോലീസുകാരിട്ട ഫൈനാണെങ്കിൽ അതും നമുക്ക് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഫൈൻ കൊടുത്താൽ മതി. ജസ്റ്റ് നമ്മളെ വണ്ടീൻ്റെ ഫൈൻ എത്ര വെച്ചാൽ അത് അടച്ചാൽ മതി. വേറെ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അവിടെ തിരക്കുണ്ടെങ്കിൽ കുറച്ച് നേരം ക്യൂ നിൽക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് പെരിന്തൽമണ്ണ പോയത്, ഇന്ന് 9-ാം തീയതി പെരിന്തൽമണ്ണ പോയത്. ഇപ്പോൾ നാളെ മലപ്പുറത്തുള്ളത്. അപ്പോൾ പെരിന്തൽമണ്ണ പോയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ഞാനൊരു ഉച്ച സമയത്ത് പോയിട്ട് വലിയ തിരക്കുണ്ടായില്ല, എന്നാലും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരു അരമണിക്കൂർ കൊണ്ട് പരിപാടി പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ജസ്റ്റ് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പേപ്പർ തരും, ചെറിയൊരു പേപ്പർ. ആ പേപ്പറിൽ നമ്മൾ വണ്ടി നമ്പർ ചെയ്താൽ ജസ്റ്റ് അകത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ നമ്പറിൽ ചെക്ക് ചെയ്യും. അയാളുടെ ഫൈൻ എത്രയാണെന്ന് വെച്ചാൽ ആ എമൗണ്ട് കൊടുക്കുക. ആ എമൗണ്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡ് കൊണ്ടാണ് കൊടുക്കണം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് കൊണ്ട് കൊടുക്കണം. ക്യാഷ് ആയിട്ട് സ്വീകരിക്കില്ല. അപ്പോൾ അത് കൊടുത്തു. ഞാൻ ആ 250 രൂപേൻ്റെ കേസ് ഉണ്ടായിരുന്നുള്ളൂ. 250 രൂപ കൊടുത്ത് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി അടക്കാം. ഇനിയിപ്പോൾ നാളെ മലപ്പുറത്ത് കൂടി ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.